കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ ഈ പകൽ കരളലിയിപ്പിക്കുന്ന ചില കാഴ്ചകൾ കണ്ടു. മകൻ്റെ മരണശേഷം ആദ്യമായി കോളേജിലെത്തിയ നിതിൻ്റെ പിതാവ് രാജൻ്റെ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ. മകന് നീതി കിട്ടാൻ വേണ്ടി നിയമപോരാട്ടം നടത്തുന്ന കുടുംബം സിറ്റി പോലീസ് കമ്മീഷണറെ നേരിൽ കണ്ട് ആവലാതികൾ ബോധിപ്പിച്ചു. നിതിൻ്റെ മരണം ആസൂത്രിതമായ കൊലപാതകമെന്നാണ് അച്ഛനും സഹോദരിയും ഉൾപ്പെടെ ആവർത്തിച്ച് ആരോപിക്കുന്നത്. അതേസമയം അന്വേഷണം പോലീസ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് ഈ മാസം 28-ന് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിതിൻ രാജിന്റെ അച്ഛൻ രാജനും സഹോദരി രാഖിയും സഹോദരി ഭർത്താവ് അശോകനും അടക്കമുള്ളവർ ഉച്ചയോടെയാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെത്തിയത്. വാഹനത്തിൽ നിന്നിറങ്ങിയ നിതിന്റെ പിതാവ് വികാരാധീനനായി. തുടർന്ന് അദ്ദേഹം നിതിൻ വീണുകിടന്ന സ്ഥലം സന്ദർശിച്ചു. എന്റെ മകൻ അവസാനം ആരും വെള്ളം കൊടുത്തില്ലല്ലോ, എനിക്ക് വേണ്ട. ഒന്നും വേണ്ട, ഇതുവരെ ആരും ഒന്നും വിളിച്ചു ചോദിച്ചില്ല, വീട്ടിൽ വന്നില്ല. അവശനായ പിതാവ് നിതിന്റെ മരണത്തിന് ഉത്തരവാദി കോളേജ് അധികൃതരാണെന്ന് ആവർത്തിച്ചു. ആരോപണ വിധേയരായ അധ്യാപകരെ അറസ്റ്റ് ചെയ്യാത്തതിനെയും പ്രിൻസിപ്പലിനെ പ്രതി ചേർക്കാത്തതിനെയും കുടുംബം രൂക്ഷമായി വിമർശിച്ചു. അവനെ കണ്ടാ കുത്തിക്കൊല്ലോ, അവനെ എന്റെ മോനെ കൊന്നോനാ, അവനോ എല്ലാണ്ണത്തിന്. പ്രിൻസിപ്പലിനെയാണോ അല്ലെ മറ്റേ റാമിനെയാണോ? രാമൻ, വാർഡൻ, പ്രിൻസിപ്പൽ, ശ്രീലേഖ എല്ലാണ്ണോ അത് പ്രതികളാണെന്ന് ഇതുവരെയും അറിഞ്ഞൂടെ? ഈ പറഞ്ഞ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ട് അവരും കുറ്റവാളികളാണെന്നുള്ളത്. ആ കാര്യത്തെക്കുറിച്ച് കൂടി ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രിൻസിപ്പളും ഈ പറഞ്ഞ ലത, മറ്റ് 3 പേര് ഫൈസൽ ഉൾപ്പെടെ ഈ പറഞ്ഞ ആ റൂമിലുണ്ടായിരുന്ന മറ്റ് ഈ CCTV കാണുന്നുണ്ടല്ലോ, ആ ദൃശ്യത്തിൽ കാണുന്ന എല്ലാവരും കുറ്റക്കാരാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ക്യാമ്പസിലെത്തിയ രാജനും മകളും പ്രിൻസിപ്പലിനെ കാണാൻ നിന്നില്ല. കൂടെ ഉണ്ടായിരുന്നവർ പ്രിൻസിപ്പലിനെ നേരിൽ കണ്ട് മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. ഇതിനിടെ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദലിത് ലീഗ് ക്യാമ്പസിലെ